ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ മൈസൂര് ഉള്ള ഒരു ദിവസമാണ് ഇട്ടത്. നേരെ വെളുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫസ്റ്റ് എണീച്ചത് ഞാനാണ്. എനിക്കിങ്ങനെ 5 മണിക്ക് എണീച്ച് ശീലമായതുകൊണ്ട് ഞാനാണ് രാവിലെ എണീച്ചത്. ഇവിടെ എല്ലാവരും ഭയങ്കര ഉറക്കമാണ്. അവിടെ രണ്ടാൾ നിലത്ത് കിടക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും എണീച്ചു. ഞങ്ങൾ പല്ലൊക്കെ തേച്ച് ഓരോരുത്തർ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കാക്കു താഴെ പോയിട്ട് അവിടെ ഒരു മലയാളി ഹോട്ടലുണ്ട്. അവിടെ പോയിട്ട് എന്തെന്നാ ഇഡ്ഡലി സാമ്പാറൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് റൂം വെക്കേറ്റ് ചെയ്യുമല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ സാധനങ്ങളും കെട്ടിപ്പാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തർ കുളി നന ഒക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചാൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവന് ഇവിടുന്ന് വരുന്നില്ല എന്നാണ് പറയണത്, കാരണം എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായല്ലോ. ഓ വന്ന സമയം ഞങ്ങൾ പോവുകയാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ പറഞ്ഞത് ഉമ്മമ്മാൻ്റെ വീടാണ്, വേറെ വീടാണ് പറഞ്ഞ് പറ്റിച്ചിട്ടോ. അന്നേരം ഓൻ പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാമല്ലോ എന്ന്. അപ്പോൾ വരുന്നില്ല പറയുമ്പോൾ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായി. കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ എന്തെന്നാ ഇഡ്ഡലി സാമ്പാർ ചട്നി പിന്നെ എന്തൊരു സാധനം വടയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഞങ്ങളിങ്ങനെ ചായ കുടിച്ചു. ഇപ്പോഴും ഒരാളെ കുളി കഴിഞ്ഞിട്ടില്ല. ഫോൺ കൊടുന്ന അന്നേരം വരും കണ്ണുകൊണ്ട്. എന്തൊക്കെയോ കാട്ടുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുമുണ്ട്. എങ്ങനെ ഞങ്ങൾ പിന്നെ ഇന്ന് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ കാണുന്നത് സൂ ആണ് കേട്ടോ. സൂ ഇന്നലെ കണ്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇന്ന് സൂ കണ്ടിട്ട് പിന്നെ അങ്ങോട്ട് പോകും. പിന്നെ ഞങ്ങൾ ചായ കുടിച്ച് ഞങ്ങൾ മാറ്റി റെഡിയായി. എല്ലാവരും കെട്ടലും പെറുക്കലൊക്കെ ആയിട്ട് ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തു. ഞങ്ങളിതേ പോന്നു. നമ്മൾ നിന്ന അതായത് റൂമിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പാലസ് കേട്ടോ. പാലസിൽ നിന്ന് കുറച്ച് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് ഈ സൂ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരുപാടൊന്നും പോകണ്ടില്ലേന്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്ന സാധനമാണിത്. ഇത് നമ്മളെ ഇവിടെയൊക്കെ ഉള്ള മരത്തെ എക്സ്പോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് തോന്നുന്നു. ആദ്യം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞെങ്കിലും വണ്ടി അവിടെ ഇവിടെ നിർത്താനുള്ളൊരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നിർത്തിയില്ല. പിന്നെ ഞങ്ങൾ നേരെ കണ്ടോ ഇതിൻ്റെ കുറച്ച് അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ ഇതുള്ളത്. ഈ നമ്മൾ സൂക്ക് പോകണമെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ എന്തോരം പോകണം എന്നറിയാം നിങ്ങൾക്ക്. ഇത് ഇവിടെ അടുത്താണ്, അതായത് ഇതിൻ്റെ മെയിൻ ഗേറ്റ് ഇവിടെ അടുത്താണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ അങ്ങ് ഒരു അറ്റത്തേക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ നടന്ന് പോവുകയാണ്. देखने के लिए आप चाहे तो इसे 150 का कॉम्बो टिकेट लेकर देख सकते हैं. ಪ್ರಾಣಿಗಳಿಗೆ ಆಹಾರವನ್ನು ಕೊಡುವುದು, ಸೇವನೆ ಮಾಡುವುದು, ಜೋರಾಗಿ ಮೊಟ್ಟೆ ಹಾಕುವುದು ಹಾಗೂ ಬೇಲಿಗಳನ್ನು ದಾಟುವುದನ್ನು ಕಡ್ಡಾಯವಾಗಿ ನಿಷೇಧಿಸಲಾಗಿದೆ. ಫೀಡಿಂಗ್ ಅನಿಮಲ್ಸ್, ಟೀಸಿಂಗ್ ದೆಮ್, പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെയിൻ ഗേറ്റിൽ കൂടെ എന്നിട്ട് തുറന്നിട്ട് പോകാൻ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ടിക്കറ്റ് ഒരു എന്തിനാ നമ്മൾ താഴത്തിൽ കൂടെ പോലെ എനിക്ക് എന്താ പറയാ അണ്ടർഗ്രൗണ്ട് അതിൽ കൂടെ പോകണം കേട്ടോ. അങ്ങോട്ട് എത്തണമെങ്കിൽ എന്തായാലും മെയിൻ ഗേറ്റ് തുറന്നിട്ട് നമ്മളെങ്ങനെ കേട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് തുറന്നിട്ട് വർഷങ്ങളായി, അതുകൊണ്ട് ഇവിടുത്തെ മാറ്റങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പം ഇങ്ങനെ അതിൻ്റെ അടിയിലൂടെ പോകണം. പിന്നെ ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒരുത്തന് നടക്കണില്ല, ഇന്നെടുക്കണം പെരയൊക്കെ പോകണം എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് അങ്ങ് പോയിരിക്കുകയാണ് ഒരാൾ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെ ഇതേ മൃഗങ്ങളെ കാണുകയാണ്. നമ്മളിവിടുത്തെ സൗണ്ടൊന്നും അങ്ങനെ മ്യൂട്ട് ചെയ്യണില്ല, കാരണം അതാണല്ലോ ഒരു ഭംഗി. ഞാനിങ്ങനെ പറഞ്ഞ് പോണിങ്ങാണ്ട് എത്രയോ നല്ലത് അവിടുത്തെ കലപിലയും, അതായത് ആൾക്കാരോ മൃഗങ്ങളും പക്ഷികളൊക്കെ കൂക്കുന്നതൊക്കെ കേട്ടിട്ട് അപ്പോഴാണ് അതിൻ്റെ ഒരു ഇത്. അതുകൊണ്ട് ഞാൻ ഇനി കുറച്ച് നേരത്തിനൊന്നും പറയുന്നില്ല കേട്ടോ.
എന്നാ ഗ്ലാമറ കാണാം. അതമ്മ നീച്ചെടുക്കണേ. ഹലോ എണീറ്റാ? നിങ്ങൾ എല്ലാവരും ഇത് സൂക്ഷിച്ച് നോക്കണം കേട്ടോ. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ മൂലയിലോ അല്ലെങ്കിൽ മരത്തിൻ്റെ മണ്ടയിലൊക്കെ ആയിരിക്കും ഈ ഇവിടെ ഓരോന്ന് ഇരിക്കുന്നത്. നമ്മൾ പണ്ട് പോയ സമയത്ത് ഒരുപാട് മൃഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ കുറവാണ്. ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് മാനുകളാണ്. മാനുകൾ പല സൈസിൽ പല കളറിലും പല രൂപത്തിലുള്ളതുണ്ട്. ബാക്കിയുള്ളതിനൊന്നും അങ്ങനെ കാണാനില്ല. എന്നാലും നമ്മൾ മാക്സിമം അങ്ങനെ സൂം ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും സൂം ചെയ്യുന്നിടത്തേക്ക് നോക്കിയാൽ മാത്രമേ ഇവിടെയുള്ള ഓരോ സാധനത്തിനെ കാണുള്ളൂ കേട്ടോ. അപ്പം കണ്ടു നോക്കി. चलो सामने നീ നോക്കിക്കോ, എന്നാണ് നോക്ക്. ഓടിക്കട്ടോ. ഗൈസ് നല്ല വെയിലാണ് ഗൈസ്, പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്നത് കുരങ്ങന്മാരാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ കുരങ്ങന്മാർ, ഈ ചിമ്പാൻസി, അങ്ങനെ ഗോറില്ല, അങ്ങനെ പല സൈസുകളും ഇവിടെയുണ്ട്. ഓരോ സെക്ഷൻ എത്തുമ്പോൾ അവരിങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ടാവും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇന്നതാണ് എന്നുള്ളത്. അപ്പം ഇതിലൊക്കെ ഒന്നോ രണ്ടെണ്ണമൊക്കെ ഉണ്ട് പാവങ്ങൾ അങ്ങനെ ഇരിക്കണേ. എന്തു ജാതി വെയിലാച്ചിട്ടായിക്കൂടെ നടന്ന് ഞങ്ങളും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും കണ്ടോ ഇവിടെ രണ്ടാൾക്കാർ ഇരിക്കണ്ടായി. പാവങ്ങൾ ഇരിക്കണോക്ക് പാവാണ്. നമുക്ക് കണ്ടാൽ പാവം തോന്നുമെങ്കിലും ഓരിങ്ങനെ എല്ലാവരും ഓരും നമ്മളെ നോക്കണു, നമ്മൾ അവരെയും നോക്കണു. പിന്നെ ഇതിനിടയിൽ ഒരാളുണ്ട്, ഞാൻ പറഞ്ഞാലും സൂക്ഷിച്ച് നോക്കേണ്ടതുകൊണ്ട് ഒരാൾ അവിടെ നിന്ന് വരുന്നുണ്ട്. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണുള്ളൂ കേട്ടോ.
അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കാതെ ഒരു ബുദ്ധിമുട്ടുള്ളതാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഓളേക്കില്ലായിരുന്നു. പ്രണയിക്കുകയാണോ തല്ലുകൂടി ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല ഗൈസ്. ഒരാളൊക്കെ കൂട്ടിലിട്ടുണ്ട്. എന്തിനാണോ എന്തോ, ചിലപ്പോൾ ഇടയിലായിട്ടായിരിക്കും. ഇവിടെ ഒരു കൂട്ടമായ എന്തോരമായ ഇത് പോണാക്കുമ്പോ ചാട്ടും കുട്ടികളെ പോലെ ആട്ടുംകുട്ടി ഇത് ബ്രൗൺ കളറല്ലേ, ഞാൻ ബ്ലാക്ക് ആക്കിട്ട് മണ്ടിച്ചാനി കാണണ്ടേ അങ്ങോട്ടൊക്കെ പൊട്ടി. ചെറിയൊരു കുഞ്ഞോക്കടാ. അങ്ങനെ കഴിഞ്ഞു ഗൈസ്. ഇനി ആരാ അവിടെ? വീണ്ടും എന്ത് തേങ്ങയുള്ളത്. എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത്? ആ ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല. ഇയാളുണ്ട് അതിൻ്റെ ഉള്ളിലേടെ. ആ അതപ്പോ കാണൂല, ഒരു കുഞ്ഞു ജന്തു. ഇതിൻ്റെ ഉള്ളിലൊന്നും ഒന്നുമില്ല.
ഗൈസ് വെറുതെ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇവർ ഈ റെഡ് കളർ ലൈറ്റൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. വെറുതെ പോയി. പിന്നെ നമ്മൾ മലയാളികൾ അവിടെ ഉണ്ട് എന്നെല്ലാം അറിയാണ്ട് നമ്മളെ നാട്ടിലെ ഭാഷ ഉണ്ടല്ലോ, ജന്തു 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 എന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ ഓർത്തത് നമ്മൾ മാത്രമല്ല അവിടെ കുറേ ആൾക്കാർ പല ഭാഷക്കാരും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ലാസ്റ്റ് വേണ്ട നമ്മളെ ആരുന്ന ജിറാഫ് വന്നിട്ടുണ്ടായി. പിന്നെ ഞങ്ങളത് കണ്ടിട്ട് പിന്നെ തിരിച്ചു പോവാണ്. ഇനിയും നമ്മൾ തിരിച്ചു പോണതും ഈ പറഞ്ഞു കിട്ടും പോലെ വേറൊരു അണ്ടർ ഗ്രൗണ്ടിൽ കൂടെ പോയാൽ വേറെ സ്ഥലത്തെത്തും കേട്ടോ. ഇവിടെ ആകെ എന്താ ഫുള്ള് ഒരു മാറ്റിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പണ്ട് വന്ന പോലെ അല്ല. പണ്ട് ഇവിടെ ഫോണൊക്കെ എടുക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ഫോണ് അതേപോലെ ക്യാമറക്കൊക്കെ ഇവിടെ പൈസ അടക്കണം. പിന്നെ വണ്ടി ഉണ്ട് ഇങ്ങനെ പോവാനൊക്കെ. നമുക്ക് പിന്നെ ഈ നടന്ന് പോണ സുഖമൊന്നും വണ്ടിയിൽ കിട്ടൂലല്ലോ. ഓരെല്ലായിടത്തൊന്നും നിർത്തിയിട്ട് ഇങ്ങനെ കാണിക്കൊന്നുമില്ല. അപ്പം ഞങ്ങൾ നടന്ന പോയത്. എത്രയോ ദൂരം നടക്കാനുണ്ട്. പിന്നെ നമ്മൾ ഈ മൊബൈലിൽ ഫോൺ എടുക്കണ വല്ല പ്രശ്നമില്ല തോന്നുന്നു. ക്യാമറക്കൊക്കെ പൈസയാണ്. പിന്നെ അതേപോലെ ബോട്ടിൽ ഒരു മുട്ടായിൻ്റെ ഒരു ചെറിയൊരു കടല പാക്കറ്റ് വരെ നമ്മൾ ഇതിനകത്ത് കൊണ്ടുപോയി അവർ 20 രൂപ അവിടെ ഫൈന് ആ ഒരു മുട്ടായി പാക്കറ്റും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ വേറെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി ഒരു അണ്ടർ ഗ്രൗണ്ടിൽ കൂടെ അങ്ങനെ പോയിട്ട് നമ്മൾ മെയിൻ റോഡിലെത്തും. പിന്നെ നമ്മൾ എവിടെയൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളെ നാട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ, സീ യു.